നമസ്കാരം, എല്ലാവർക്കും ദത്തോ കോമ്പറ്റേറ്റീവ് എക്സാം കോർണറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഡിവിഷണൽ അക്കൗണ്ടന്റിന്റെ പ്രിലിമിനറി മെയ് 10-ാം തീയതി നടക്കാൻ പോവുകയാണ്. അപ്പൊ പാർട്ട് 2 എലിമെന്ററി ബുക്ക് കീപ്പിംഗ് 30 മാർക്കാണ്. നമുക്ക് വേഗത്തില് ഞാൻ ഒരു പോർഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ഈ ഒരു ഇത്രയും പോർഷൻസ് നമ്മൾ ഓൾറെഡി ചെയ്തതാണ്. ബാക്കി ഇതൊരു ക്രാഷ് കോഴ്സ് പോലെ എടുക്കുക. ഇന്നത്തെ വീഡിയോ കുറച്ച് സ്പീഡിലായിരിക്കും പോകാൻ പോകുന്നത്. നമ്മൾ ഇതിനകത്തുകൂടെ ഇന്ന് ബുക്ക് കീപ്പിംഗ് അക്കൗണ്ടൻസി, അതുപോലെ അക്കൗണ്ടൻസിയുടെ ബേസിക് ടേംസ്, ബാക്കി കാര്യങ്ങള്, ഡിപ്രിസിയേഷൻ എന്ന് പറയുന്ന ഈ മോഡ്യൂൾ നമ്പർ 3 മാർക്കിന് ഈ മോഡ്യൂളും ഈ ഒരു സെക്ഷനുമാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഇതുമായിട്ട് ഡിസ്കസ് ചെയ്യാന്ന് പറയുമ്പോൾ മലയാളം മീഡിയം നോട്ട്സും അതുപോലെ തന്നെ ഞാൻ തയ്യാറാക്കിയിട്ടുള്ള കുറച്ച് MCQ ചോദ്യങ്ങളുണ്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട്. അതെല്ലാം കൂടെ ചേർത്തിട്ടായിരിക്കും ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞു, സ്പീഡിലായിരിക്കും നമ്മൾ ചെയ്യുന്നത്. വളരെ കുറച്ച് സമയം മാത്രമേ നമുക്കുള്ളൂ. അതുകൊണ്ട് ആവശ്യക്കാരെല്ലാം ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക. ബേസ് ഉള്ളവര് ജസ്റ്റ് കേട്ടിരുന്നാൽ മതി. ബേസ് ഇല്ലാത്തവര് അതൊന്ന് ഓർത്ത് വെക്കാനായിട്ട് ശ്രമിക്കുക. ആദ്യം നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ് ബുക്ക് കീപ്പിംഗും അക്കൗണ്ടൻസി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് ആദ്യം ഇവിടുന്ന് തന്നെ തുടങ്ങാം. ബുക്ക് കീപ്പിംഗ് ഈസ് ദി റെക്കോർഡിംഗ് ഓഫ് ഓൾ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ ഇൻ എ സിസ്റ്റമാറ്റിക് ആൻഡ് ക്രോണോളജിക്കൽ ഓർഡർ. ഇത് അക്കൗണ്ടിങ്ങിന്റെ ഫൗണ്ടേഷൻ ആണെന്നാണ് പറയുന്നത്. അപ്പൊ ബുക്ക് കീപ്പിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? നമ്മുടെ ഒരു സ്ഥാപനത്തിൽ നടക്കുന്ന എല്ലാ റെക്കോർഡിങ്സും, എന്ത് റെക്കോർഡിങ്സ്, ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസിന്റെ റെക്കോർഡിങ്സ് എല്ലാം തന്നെ സിസ്റ്റമാറ്റിക് ആയിട്ടും ക്രോണോളജിക്കൽ ആയിട്ടും രേഖപ്പെടുത്തുന്നതിനെ നമ്മൾ ബുക്ക് കീപ്പിംഗ് എന്ന് വിളിക്കും. ഇത് അക്കൗണ്ടിങ്ങിന്റെ ഫൗണ്ടേഷൻ ആണ്. ഓക്കെ ആണല്ലോ? അതായത് എന്തൊക്കെ കാര്യങ്ങൾ, ഇപ്പൊ കൊടുക്കല് വാങ്ങല് എല്ലാ കാര്യങ്ങളും സിസ്റ്റമാറ്റിക് ആയിട്ട് ഡേറ്റ് ഇട്ട് ഓരോന്നും കൊടുത്ത രീതിയിൽ അതേ രീതിയിൽ എഴുതി വെക്കുന്നതാണ് ബുക്ക് കീപ്പിംഗ്. ഇത് അക്കൗണ്ടിങ്ങിന്റെ ഒരു ഫൗണ്ടേഷൻ. ഇനി അക്കൗണ്ടൻസി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഇത് കുറച്ചുകൂടെ ബ്രോഡർ ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. ഇതിനകത്ത് വരുന്ന കാര്യങ്ങളാണ് റെക്കോർഡിംഗ് അഥവാ ബുക്ക് കീപ്പിംഗ്, ക്ലാസിഫൈയിങ്, സമ്മറൈസിങ്, ഇന്റർപ്രറ്റിംഗ് ഫിനാൻഷ്യൽ ഡേറ്റ എന്ന് പറയുന്നത്. അപ്പൊ അക്കൗണ്ടൻസി കുറച്ചുകൂടെ ബ്രോഡർ പ്രോസസ് ആണ്. അതിനകത്ത് വരുന്ന ഒന്നാണ് ബുക്ക് കീപ്പിംഗ് അഥവാ റെക്കോർഡിംഗ്. പിന്നെ അതിനകത്ത് എന്തൊക്കെ വരും? ക്ലാസിഫിക്കേഷൻ വരും, സമ്മറൈസിങ് വരും, ഇന്റർപ്രറ്റിംഗ് ഫിനാൻഷ്യൽ ഡേറ്റ എന്ന് പറയുന്ന പോർഷനും കൂടെ എന്തിനകത്ത് വരും? അക്കൗണ്ടൻസി എന്ന് പറയുന്ന സംഭവത്തിനകത്ത് വരും. അപ്പൊ അക്കൗണ്ടൻസിയുടെ ഒരു പാർട്ട് മാത്രമാണ് ബുക്ക് കീപ്പിംഗ്. അക്കൗണ്ടൻസിയിലേക്ക് വരുന്ന സമയത്ത് ഇതിനകത്ത് ഫുൾ ഡീറ്റെയിൽസ് ആണ്. അതായത് എന്തൊക്കെ സാധനങ്ങൾ വാങ്ങിച്ചു എന്ന് നമ്മൾ എഴുതി വെക്കുമ്പോൾ ബുക്ക് കീപ്പിംഗ് ആയി, ക്രോണോളജിക്കൽ ഓർഡറിൽ എഴുതുമ്പോൾ. ഇനി ഏതൊക്കെ ക്ലാസിഫിക്കേഷനിലേക്കുള്ള സാധനങ്ങളാണ് വാങ്ങിയത്, വിറ്റത്, അങ്ങനെയുള്ള എല്ലാം ക്ലാസിഫൈ ചെയ്തു, ദെൻ സമ്മറൈസ് ചെയ്യുന്നു. അതിനുശേഷം ഫിനാൻഷ്യൽ ഡേറ്റ ഇന്റർപ്രറ്റ് ചെയ്ത് വരുമ്പോഴാണ് അത് അക്കൗണ്ടൻസി ആയിട്ട് മാറുന്നത്. അപ്പൊ ബുക്ക് കീപ്പിംഗ് ഈസ് എ പാർട്ട് ഓഫ് അക്കൗണ്ടൻസി എന്ന് ഓർത്ത് വെച്ചേക്കാം. ഇനി അക്കൗണ്ടൻസിയെ പറ്റിയിട്ട് നമ്മളോട് ചോദിച്ചിട്ടുണ്ട്, എന്താണ് അക്കൗണ്ടൻസി അല്ലെ, ഡെഫിനിഷൻ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്, ബേസിക് ടേംസ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്, ലിമിറ്റേഷൻസും ചോദിച്ചിട്ടുണ്ട്. ഇനി ലിമിറ്റേഷൻസ് നോക്കിക്കേ. ഇഗ്നോർ നോൺ ഫിനാൻഷ്യൽ ഫാക്ടേഴ്സ്. അതായത് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഫിനാൻഷ്യൽ മാറ്റേഴ്സിനെ നമ്മൾ എഴുതി വെക്കുന്നതാണ്, അല്ലയോ? ക്രെഡിറ്റും ഡെബിറ്റും എല്ലാം കൃത്യമായി എഴുതി വെക്കുന്നതാണ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ബിസിനസ് സ്ഥാപനത്തിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഷോപ്പ് ആയിക്കോട്ടെ, എന്തും നിങ്ങളുടെ മനസ്സിലേക്ക് വരട്ടെ, അവിടെ അക്കൗണ്ടിങ്ങിനകത്ത് എന്ത് മാത്രമേ നമ്മൾ എഴുതുന്നുള്ളൂ? ഫിനാൻഷ്യൽ ഫാക്ടേഴ്സ് മാത്രമേ എഴുതുന്നുള്ളൂ. നോൺ ഫിനാൻഷ്യൽ ഫാക്ടേഴ്സ്, അതായത് അവിടെ വർക്ക് ചെയ്യുന്ന എംപ്ലോയിയുടെ സാറ്റിസ്ഫാക്ഷനെ പറ്റിയിട്ടോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അക്കൗണ്ടിങ്ങിനകത്ത് വരുന്നില്ല. അതുപോലെ തന്നെ ഹിസ്റ്റോറിക്കൽ കോസ്റ്റ്, അതായത് നേരത്തെ ഉള്ള വാല്യൂ ബേസ് ചെയ്തിട്ടാണ്, കറണ്ട് വാല്യൂ ബേസ് ചെയ്തിട്ടല്ല അക്കൗണ്ടൻസിനകത്ത് നമ്മൾ ഡീറ്റെയിൽസ് എല്ലാം എഴുതി വെക്കുന്നത്. അതുപോലെ തന്നെ എസ്റ്റിമേറ്റ് ആൻഡ് അസംഷൻസ് മേ അഫക്ട് ആക്യുറസി. ഡിപ്രിസിയേഷൻ പോലെയുള്ള കാര്യങ്ങളൊക്കെ പലപ്പോഴും ഇതിനെ ബാധിച്ചേക്കാം. അതുപോലെ തന്നെ പലപ്പോഴും ഇത് മിസ്ലീഡ് ചെയ്യപ്പെട്ടേക്കാം. ദെൻ ഡസ് നോട്ട് മെഷർ എക്സാക്ട് എഫിഷ്യൻസി ഓഫ് മാനേജ്മെന്റ്. ഒരിക്കലും നമുക്ക് ഒരു എഫിഷ്യൻസി ഓഫ് മാനേജ്മെന്റിനെ മെഷർ ചെയ്യാനായിട്ട് അക്കൗണ്ടിങ് സഹായിക്കുന്നില്ല. ഇവിടെ കൃത്യമായിട്ട് എന്താണ് ഇൻട്രൊഡക്ഷൻ എന്ന് കൊടുത്തിട്ടുണ്ട്, അക്കൗണ്ടിങ്ങിന്റെ അർത്ഥം എന്താണെന്ന് കൊടുത്തിട്ടുണ്ട്. അക്കൗണ്ടിങ്ങിനെ ബിസിനസിന്റെ ഭാഷ എന്നാണ് വിളിക്കുന്നത്. ഒരു ഭാഷയുടെ അടിസ്ഥാന ധർമ്മം എന്താ? ആശയവിനിമയത്തിനുള്ള ഉപാധിയായിട്ട് തീരുക. ഇപ്പൊ ബിസിനസ് പ്രവർത്തനങ്ങളുടെ ഫലം അതിൽ താല്പര്യമുള്ള വിവിധ കക്ഷികളെ അറിയിക്കുക എന്നതാണ് അക്കൗണ്ടിങ് ചെയ്യുന്നത്. ബിസിനസ് ഇടപാടുകൾ സ്വീകരിക്കുക, അത് തീരുമാനമെടുക്കുന്നതിന് ഉപയോഗപ്രദമായ വിവരങ്ങളുടെ രൂപത്തിലാക്കി മാറ്റി തൽപര കക്ഷികൾക്ക് നൽകുകയും ചെയ്യുന്ന ഒരു വിവര സംവിധാനമാണ് അക്കൗണ്ടിങ് എന്നാണ് മലയാളത്തിൽ ഇതിന്റെ നിർവചനം. അതായത് സാമ്പത്തിക സ്വഭാവമുള്ള ഇടപാടുകൾ സംഭവങ്ങളും കൃത്യമായി രേഖപ്പെടുത്തുകയും അതിനെ വർഗീകരിക്കുകയും ഉചിതമായ രീതിയിൽ സംഗ്രഹിക്കുകയും അന്തിമ ഫലം ശാസ്ത്രീയമായി വ്യാഖ്യാനിക്കുകയും ചെയ്യുന്ന കലയാണ് അക്കൗണ്ടിംഗ് എന്ന് 1941 അമേരിക്കൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സർട്ടിഫൈഡ് പബ്ലിക് അക്കൗണ്ടൻസ് AICPA ഇത് നിർവചിച്ചിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ പറഞ്ഞ എന്തൊക്കെയായിരുന്നു? ആ പറഞ്ഞ ടേംസ് എല്ലാം ഇവിടെ വന്നിട്ടുണ്ട്. അക്കൗണ്ടിങ്ങിനകത്ത് വരുന്നത് റെക്കോർഡിംഗ്, ക്ലാസിഫൈങ്, സമ്മറൈസിങ്, ഇന്റർപ്രറ്റിംഗ് ഫിനാൻഷ്യൽ ഡേറ്റ. അത് തന്നെയാണ് ഇവിടെ അവർ പറഞ്ഞിരിക്കുന്നത്.
സാമ്പത്തിക സ്വഭാവമുള്ള ഇടപാടുകൾ, സംഭവങ്ങളെല്ലാം കൃത്യമായി രേഖപ്പെടുത്തുക, റെക്കോർഡ് ചെയ്യുക, വർഗീകരിക്കുക, ക്ലാസിഫൈ ചെയ്യുക, ഉചിതമായ രീതിയിൽ സംഗ്രഹിക്കുക, സമ്മറൈസ് ചെയ്യുക, അന്തിമ ഫലം ശാസ്ത്രീയമായി വ്യാഖ്യാനിക്കുക. ഏറ്റവും അവസാനം പറഞ്ഞത് എന്താണ്? ഇന്റർപ്രറ്റിംഗ് ഫിനാൻഷ്യൽ ഡേറ്റ. ഇതിനെയാണ് 1941 അമേരിക്കൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സർട്ടിഫൈഡ് പബ്ലിക് അക്കൗണ്ടൻസ് നിർവചിച്ചു വെച്ചിരിക്കുന്നത്. ഇനി ഇതിന്റെ സവിശേഷതകൾ നോക്കുന്ന സമയത്ത് ഒന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു, എക്കണോമിക് ഇവന്റ് ആണ്, സാമ്പത്തിക കാര്യങ്ങളാണ് കൂടുതലായിട്ട് ഇതിനകത്ത് വരുന്നത്. 2 എന്ന് പറയുന്നത് ഐഡന്റിഫിക്കേഷൻ, മെഷർമെന്റ്, റെക്കോർഡിംഗ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ. തിരിച്ചറിയല്, അളക്കല്, രേഖപ്പെടുത്തൽ, ആശയവിനിമയം. തിരിച്ചറിയൽ എന്നാൽ എന്തൊക്കെ ഇടപാടുകൾ രേഖപ്പെടുത്തണം എന്നുള്ളതും അതുപോലെ രേഖപ്പെടുത്തേണ്ട ഇടപാടുകൾ തിരിച്ചറിയുക, പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കുക, സാമ്പത്തിക സ്വഭാവമുള്ള ഇടപാടുകൾ തിരഞ്ഞെടുക്കുന്ന ഒക്കെ അതിനകത്ത് ഉൾപ്പെടും. ഇനി അളക്കുക എന്ന് പറയുമ്പോൾ അതിനകത്ത് എന്താണ്? എത്ര ഉണ്ട് എന്ന് എഴുതി വെക്കുക. അതിനുശേഷം പിന്നെ പറയുന്നത് എന്താണ്? രേഖപ്പെടുത്തുക, റെക്കോർഡ് ചെയ്തത് വെക്കുന്നു. അതിനുശേഷം വരുന്നത് കമ്മ്യൂണിക്കേഷൻ ആണ്. മറ്റുള്ളവരുമായിട്ട് ഇത് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു, ഇത്രയാണ് ചെലവ്, ഇത്രയാണ് വരുമാനം എന്ന് നമ്മൾ പറയുന്നു. ഓക്കെ. അതിനുശേഷം ഓർഗനൈസേഷൻ എന്നത്, സംഘടന എന്നത് ഒരു ബിസിനസ് സ്ഥാപനത്തെ സൂചിപ്പിക്കുന്നു. അത് ലാഭത്തിന് വേണ്ടിയോ ലാഭത്തിന് വേണ്ടി അല്ലാതെയോ പ്രവർത്തിക്കുന്ന സ്ഥാപനമാവാം. ദെൻ ഇൻട്രസ്റ്റഡ് യൂസേഴ്സ് ഓഫ് ഇൻഫർമേഷൻ, വിവരങ്ങളുടെ ഉപഭോക്താക്കൾ. ഈ അക്കൗണ്ടിങ് എന്ന് പറയുന്നത് സൂക്ഷിച്ചു വെക്കാൻ മാത്രമുള്ളതല്ല, ഇത് സ്ഥാപനത്തിലെ മുകളിൽ ഇരിക്കുന്നവർ തൊട്ട് താഴെ ഇരിക്കുന്നവർ വരെ അല്ലെങ്കിൽ പാർട്ട്നേഴ്സിനെല്ലാം കാണിച്ചു കൊടുക്കേണ്ട ഒന്നാണ്. അതാണ് ഇൻട്രസ്റ്റഡ് യൂസ് ഓഫ് ഇൻഫർമേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇതൊക്കെ അക്കൗണ്ടൻസിയുടെ പ്രധാനപ്പെട്ട ഉപയോഗങ്ങൾ എന്ന് പറയുന്ന സെക്ഷനകത്ത് വരുന്നതാണ്. പിന്നെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? ബേസിക് ടേംസ് ഓഫ് അക്കൗണ്ടിങ്, അതുപോലെ സിസ്റ്റംസ് ഓഫ് അക്കൗണ്ടിങ് ആണ്. സിസ്റ്റംസ് ഓഫ് അക്കൗണ്ടിങ്ങിനകത്ത് പ്രധാനമായിട്ടും 2 സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ് ഉണ്ട്. ഒന്ന് സിംഗിൾ എൻട്രി സിസ്റ്റവും ഉണ്ട്, ഡബിൾ എൻട്രി സിസ്റ്റവും ഉണ്ട്. എന്താ സിംഗിൾ എൻട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ഇൻകംപ്ലീറ്റ് സിസ്റ്റം ആണ്. ഓൺലി 1 ആസ്പെക്ട് ഓഫ് ട്രാൻസാക്ഷൻ ഈസ് റെക്കോർഡ്, സ്യൂട്ടബിൾ ഫോർ സ്മോൾ ബിസിനസ്. ചെറിയ ബിസിനസ്സുകാർക്ക് മാത്രം ഉപയോഗിക്കാൻ പറ്റുന്ന ഇൻകംപ്ലീറ്റ് സിസ്റ്റം ആണെന്ന് പറയാൻ കാരണം ഒരൊറ്റ ട്രാൻസാക്ഷനെ പറ്റിയിട്ട് മാത്രം ജസ്റ്റ് എഴുതി പോവുകയാണ്. ഇനി ഡബിൾ എൻട്രി സിസ്റ്റം എന്ന് പറയുമ്പോൾ 2 കോളമായിട്ടാണ്. എന്തായിരിക്കും? ഇപ്പുറത്തെ സൈഡിൽ ഒന്നിനകത്ത് ക്രെഡിറ്റും ഒന്നിനകത്ത് ഡെബിറ്റും, അങ്ങനെ ഡബിൾ എൻട്രി ചെയ്ത് വിടുന്നതാണ് എന്ത് പറയുന്നത്? ഡബിൾ എൻട്രി സിസ്റ്റം എന്ന് പറയുന്നത്. ഇവിടെ എല്ലാ ട്രാൻസാക്ഷനും 2 എഫക്ട്സ് ഉണ്ടായിരിക്കും. ഇത് കുറച്ചുകൂടെ ആക്യുറേറ്റഡ് ആണ്, അക്സെപ്റ്റഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റം ആണ്. പിന്നെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് പ്രധാനപ്പെട്ട ടേംസ്, ബേസിക് ടേംസ് ഓഫ് അക്കൗണ്ടിങ് ആണ്. ബേസിക് ടേംസ് എന്ന് പറയുമ്പോൾ അതിനകത്ത് കുറേയേറെ ടേംസ് ഉണ്ട്. നമ്മൾ കേട്ടിട്ടില്ലാത്തതും കേട്ടിട്ടുള്ളതുമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ. അതിനകത്ത് ക്യാപിറ്റൽ എന്ന് പറയുന്നതാണ് ആദ്യത്തേത്, അല്ലെ? ക്യാപിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? മണി ഇൻവെസ്റ്റഡ് ബൈ ഓണർ ഇൻ ദ ബിസിനസ്. ഓണർ ഇൻവെസ്റ്റ് ചെയ്ത് ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്ത ആ ഒരു മൂലധനം, അതാണ് ക്യാപിറ്റൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ അസറ്റ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? അസറ്റ് എന്ന് പറയുമ്പോൾ റിസോഴ്സസ് ഓൺഡ്, നമ്മുടെ കയ്യിലുള്ള കാര്യങ്ങൾ, നമ്മുടെ പൈസ ആയിക്കോട്ടെ, നമ്മുടെ മെഷീനറി ആയിക്കോട്ടെ, അതിൽ അസറ്റ് ആണ്. ലയബിലിറ്റി എന്ന് പറയുമ്പോൾ എന്താണ്? പുറത്തേക്ക് പോകുന്നത്, ഇപ്പൊ ലോൺ അടയ്ക്കാൻ എടുക്കുന്നത് അല്ലെങ്കിൽ മറ്റൊരു സാധനം വാങ്ങിക്കാൻ എടുക്കുന്നത്, ഇതെല്ലാം ലയബിലിറ്റിക്കകത്ത് വരും. റവന്യൂ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ബിസിനസ് ആക്ടിവിറ്റീസിൽ നമുക്ക് കിട്ടുന്ന ഇൻകം ആയിരിക്കും. എക്സ്പെൻസ് എന്താണ്? നമുക്കറിയാം, ചെലവുകളാണ്. ഒരു ബിസിനസ് റൺ ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ചെലവുകളാണ്. ദെൻ ഡ്രോയിങ് എന്ന് പറയുമ്പോൾ ക്യാഷ് ഓർ ഗുഡ് വിഡ്രോൺ ബൈ ഓണേഴ്സ് ഫോർ പേഴ്സണൽ യൂസ്. നമ്മള് പേഴ്സണൽ യൂസിന് വേണ്ടിയിട്ട് നമ്മൾ പൈസയോ അല്ലെങ്കിൽ അവിടെ ഇരിക്കുന്ന സാധനങ്ങളോ ഒക്കെ നമ്മൾ എടുത്ത് ഉപയോഗിക്കുകയാണ്, അല്ലെങ്കിൽ അത് വിൽക്കുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് ഡ്രോയിങ്സ്. പിന്നെ ഡെപ്റ്റേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും? നമ്മൾ കടം കൊടുക്കാനുള്ളവരും. ക്രെഡിറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? നമുക്ക് ഇങ്ങോട്ട് ഇൻകം കിട്ടുന്ന ആൾക്കാരായിരിക്കും. പിന്നെ പ്രോഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓൾറെഡി അറിയാം, എക്സസ് ആയിട്ട് വരുന്ന ഇൻകം ആയിരിക്കും. ലോസ് എന്ന് പറയുന്നത് എന്താണ്? നമുക്കുണ്ടാകുന്ന നഷ്ടങ്ങളാണ്. ഇത് ഇത്രയുമാണ് പ്രധാനപ്പെട്ട ടേംസ് എന്ന് പറയുന്നത്. ഇവിടെയും അത് തന്നെയാണ് അക്കൗണ്ടിങ്ങിന്റെ അടിസ്ഥാന പദം എന്ന് പറഞ്ഞു കൊടുത്തിട്ടുള്ളത്. ട്രാൻസാക്ഷൻസ് എന്ന് പറയുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എന്താ ട്രാൻസാക്ഷൻ? 2 അതിലധികമോ ബിസിനസ് സ്ഥാപനങ്ങൾക്കിടയിൽ പണമൂല്യമുള്ള എന്തെങ്കിലും തരത്തിലുള്ള കൈമാറ്റം, ആ ഒരു ഇടപാടിനെയാണ് ട്രാൻസാക്ഷൻസ് എന്ന് വിളിക്കുന്നത്. പൈസ കൈമാറ്റം ചെയ്താലും അത് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ. അങ്ങനെ പലതരം ട്രാൻസാക്ഷൻ. ബിസിനസ് ട്രാൻസാക്ഷൻ എന്ന് പറയുമ്പോൾ എന്താ? പണത്തിന്റെ അടിസ്ഥാനത്തിൽ അളക്കാവുന്ന മൂല്യമുള്ളതും ബിസിനസിനും മറ്റുള്ളവർക്കും ഇടയിൽ പണമോ പണത്തിന്റെ മൂല്യമുള്ളതോ ആയ എന്തെങ്കിലും കൈമാറ്റം ചെയ്യുന്നതിനെയാണ് നമ്മൾ ബിസിനസ് ട്രാൻസാക്ഷൻ എന്ന് വിളിക്കുന്നത്. പൈസ തന്നെ വേണമെന്നില്ല ബിസിനസ് ട്രാൻസാക്ഷൻ. ഇപ്പം പിന്നെ ബാക്കി പറഞ്ഞെല്ലാം ഡെപ്റ്റേഴ്സ്, ബാക്കിയെല്ലാം നമ്മളിപ്പോൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ തന്നെയാണ്. അതിനി ഒന്നും കൂടെ ഞാൻ പറയുന്നില്ല, വെറുതെ സമയം നഷ്ടം വരുത്തതേ ഉള്ളൂ. പിന്നെ നമ്മൾ പറഞ്ഞു ഡെബിറ്റും ക്രെഡിറ്റും എന്ന് പറഞ്ഞ 2 കാര്യങ്ങൾ പറഞ്ഞു, അല്ലയോ? ഡെബിറ്റ്, ക്രെഡിറ്റ്, 2 കോളം ഉണ്ട്. ഒന്നിനകത്ത് ഡെബിറ്റ്, ഒന്നിനകത്ത് ക്രെഡിറ്റും എന്ന് പറഞ്ഞു. ഇത് ഇടപാടുകളാണ്, അല്ലെ? ഇടപാടുകൾക്ക് 2 ഘടകങ്ങളാണിത്. റിസീവിങ് ആസ്പെക്റ്റും ഗിവിങ് ആസ്പെക്റ്റും ആണ് പറയുന്നത്. റിസീവിങ് ആസ്പെക്റ്റിനെ നമ്മൾ ഡെബിറ്റ് എന്ന് വിളിക്കും, ഗിവിങ് ആസ്പെക്റ്റിനെ നമ്മൾ ക്രെഡിറ്റ് എന്ന് വിളിക്കും. റിസീവിങ് ആസ്പെക്റ്റിനെ ഡെബിറ്റ് എന്നും ഗിവിങ് ആസ്പെക്റ്റിനെ നമ്മൾ ക്രെഡിറ്റ് എന്നും വിളിക്കും. ബാക്കി നമ്മൾ പറഞ്ഞതെല്ലാം അസറ്റും ഒക്കെ ഓൾറെഡി നമ്മൾ പറഞ്ഞതാണ്. ഇനി അത് പറഞ്ഞ സമയം കളയുന്നില്ല, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കാൻ വേണ്ടി പറഞ്ഞു തന്നേ ഉള്ളൂ. പിന്നെ നമുക്ക് അറിയാനുള്ള അടുത്ത ഒരു പോയിന്റ് എന്ന് പറയുന്നത് നെക്സ്റ്റ് ജേണൽ.
ജേണലും അതുപോലെ തന്നെ സബ്സിഡിയറി ബുക്സ് എന്ന് പറയുന്ന ഒരു സെക്ഷൻ കിടപ്പുണ്ട്. അതെന്താണെന്ന് നോക്കാം. ജേണൽ അഥവാ ബുക്ക് ഓഫ് ഒറിജിനൽ എൻട്രി എന്നാണ് അതിന് പറയുന്നത്. എന്താണ് ബുക്ക് ഓഫ് ഒറിജിനൽ എൻട്രി? ജേണൽ ഈസ് ദ ഫസ്റ്റ് ബുക്ക് ഇൻ വിച്ച് ട്രാൻസാക്ഷൻസ് ആർ റെക്കോർഡഡ്. ജേണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ട്രാൻസാക്ഷൻ ആദ്യമായിട്ട് നമ്മൾ എഴുതി വെക്കുന്നതാണ് ജേണൽ. ടു റെക്കോർഡ് ട്രാൻസാക്ഷൻ ഇൻ ക്രോണോളജിക്കൽ ഓർഡർ. നമ്മുടെ ബുക്ക് കീപ്പിംഗ് പറഞ്ഞില്ലേ, അതുപോലെ തന്നെയാണ് ജേണലിനകത്ത് വരുന്നത്. നമ്മൾ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ക്രോണോളജിക്കൽ ഓർഡറിൽ ഡേറ്റ് ഇട്ടിട്ട് എഴുതി വെക്കുന്നത് അത് ജേണലാണ്. എവറി ട്രാൻസാക്ഷൻ ഈസ് റെക്കോർഡഡ് യൂസിംഗ് ദി ഡബിൾ എൻട്രി സിസ്റ്റം. ഡെബിറ്റ് ക്രെഡിറ്റ് രീതിയിലായിരിക്കും ജേണലിനകത്ത് നമ്മൾ എഴുതുന്നത്. ഇനി സബ്സിഡിയറി ബുക്കുമായിട്ടുള്ള ബന്ധം എന്താണെന്ന് ചോദിക്കുക, അല്ലെങ്കിൽ വ്യത്യാസം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സബ്സിഡിയറി ബുക്സ് ആർ സ്പെഷ്യലൈസ്ഡ് ബുക്ക് യൂസ് ടു റെക്കോർഡ് സിമിലർ ടൈപ്പ് ഓഫ് ട്രാൻസാക്ഷൻ. മുമ്പേ നമ്മൾ പറഞ്ഞത് തന്നെയാണ്, ജേണലിൽ ചെയ്യുന്നത് പോലെ തന്നെയാണ് സബ്സിഡിയറി ബുക്കിലും ഡെബിറ്റും ക്രെഡിറ്റും എല്ലാം കൃത്യമായിട്ട് എഴുതുന്നത്. പക്ഷേ വോളിയം റിഡ്യൂസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു ജേണലിനകത്ത് നമ്മൾ എല്ലാ കാര്യങ്ങളും അതിനകത്ത് തന്നെയാണ് എഴുതുന്നത്. വ്യത്യാസമൊന്നുമില്ല. എന്തൊക്കെ ചെയ്തിട്ടുണ്ടോ, എന്തൊക്കെ വാങ്ങി, എന്തൊക്കെ വിറ്റു, ഇതെല്ലാം ഒരു ബുക്കിൽ തന്നെ എഴുതുമ്പോൾ അത് ജേണലായി. ഇനി ഓരോന്നിനെയും നമ്മൾ ക്ലാസിഫൈ ചെയ്ത് പല ടൈപ്പായിട്ട് മാറ്റി കഴിയുമ്പോൾ അത് സബ്സിഡിയറി ബുക്കുകളായിട്ട് മാറി. അതായത് സബ്സിഡിയറി ബുക്സിനകത്ത് പല ടൈപ്പ് സബ്സിഡിയറി ബുക്സ് ഉണ്ട്. ക്യാഷ് ബുക്ക് ഉണ്ട്, പർച്ചേസ് ബുക്ക് ഉണ്ട്, സെയിൽസ് ബുക്ക് ഉണ്ട്, പർച്ചേസ് റിട്ടേൺ ബുക്ക് ഉണ്ട്, സെയിൽസ് റിട്ടേൺ ബുക്ക് ഉണ്ട്, ബില്ലുകളുണ്ട്, റിസീവബിൾ ബുക്സ് ഉണ്ട്, ബിൽ പേയബിൾ ബുക്ക് ഉണ്ട്, ജേർണൽ പ്രോപ്പർ, ഇങ്ങനെ പല രീതിയിലുള്ള സബ്സിഡിയറി ബുക്സ് ഉണ്ട്. അവിടെ എന്തായിരിക്കും പ്രത്യേകത? ഓരോന്നിനെയും ഓരോന്നായിട്ട് എഴുതി വെക്കും അല്ലെ. ക്യാഷ് ബുക്കിനകത്ത് എന്താണ്? എല്ലാ പൈസാപരമായിട്ടുള്ള ഇടപാടുകൾ, ബാങ്ക് ട്രാൻസാക്ഷൻസ് എല്ലാം ഡേറ്റ് ഇട്ട് അതിനകത്ത് എഴുതും. പർച്ചേസ് ബുക്കിനകത്ത് എന്തായിരിക്കും? നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ വാങ്ങിച്ചു, പൈസ അല്ല, എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ വാങ്ങിച്ചു എന്നുള്ളത് പർച്ചേസ് ബുക്കിനകത്ത് എഴുതും. സെയിൽസിനകത്ത് എന്തായിരിക്കും? ഓൾ ക്രെഡിറ്റ് സെയിൽസ് ഓഫ് ഗുഡ്സ് ആയിരിക്കും എഴുതുന്നത്. പർച്ചേസ് റിട്ടേൺ ബുക്കിനകത്ത് അതിനനുസരിച്ചിട്ടുള്ളതായിരിക്കും എഴുതുന്നത്. അപ്പം ജേണലും സബ്സിഡിയറി ബുക്കും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ജേണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബുക്ക് കീപ്പിംഗ് പോലെ തന്നെ എല്ലാം ഒന്നിച്ച് എഴുതി വെക്കും ക്രോണോളജിക്കൽ ഓർഡറിൽ. ഇനി സബ്സിഡിയറി ബുക്ക് എന്ന് പറയുമ്പോൾ അവിടെ ഓരോന്നിനെയും ക്ലാസിഫൈ ചെയ്ത് ഓരോന്നിനും സ്പെഷ്യലൈസ്ഡ് ബുക്കായിട്ട് റെക്കോർഡ് ചെയ്ത് ക്രോണോളജിക്കൽ ഓർഡറിൽ ക്രെഡിറ്റും ഡെബിറ്റും ഒക്കെ ആയിട്ട് വെക്കുന്നു. അങ്ങനെ പല ടൈപ്പ് ബുക്കുകൾ ഉണ്ട് എന്ന് ഓർത്ത് വെച്ചേക്കാം. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ഡിപ്രിസിയേഷൻ എന്ന് പറയുന്ന ഈ ഒരു ഇത്രയും പോർഷൻ ആണ്. ഇത്രയും പോർഷൻ ആകത്തുനിന്ന് മാക്സിമം പോയിന്റ്സ് പറയാൻ ഞാൻ ശ്രമിക്കാം. എന്താണ് ഡിപ്രീസിയേഷൻ എന്ന് എല്ലാവർക്കും അറിയാമല്ലോ. എന്താ അത്? മൂല്യശോഷണം എന്ന് നമ്മൾ വിളിക്കും അല്ലയോ, മൂല്യക്ഷയം എന്ന് വിളിക്കാം. മൂല്യക്ഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മളൊരു സാധനം കാലപ്പഴക്കം കൊണ്ട് അല്ലെങ്കിൽ കാലഹരണപ്പെടുക എന്നുള്ള രീതിയിലൊക്കെ ആസ്തികളുടെ മൂല്യം, നമ്മളൊരു സ്കൂട്ടർ വാങ്ങിച്ച സമയത്ത് 1.5 ലക്ഷം രൂപയായിരുന്നു. 5 കൊല്ലം കഴിഞ്ഞിട്ട് 1.5 ലക്ഷം രൂപയ്ക്ക് നമുക്ക് വിൽക്കാൻ സാധിക്കുമോ? ഇല്ല. കാരണം എന്താ? അതിന് കാലപ്പഴക്കം വന്നു, നമ്മൾ ഉപയോഗിച്ച് കുറെയൊക്കെ അതിന്റെ മെഷീൻസ് ഒക്കെ ചീത്തയായി. അങ്ങനെ നമുക്ക് കൊടുക്കുന്ന സമയത്ത് 1.5 ലക്ഷം പോയിട്ട് ഒരു 50,000 രൂപ പോലും കിട്ടാൻ സാധ്യതയില്ല. ഓരോ വർഷം കഴിയും തോറും അതിന്റെ ആ ഒരു പുതുമ കുറഞ്ഞുകൊണ്ടിരിക്കും, മെഷീന്റെ വർക്കിംഗ് കണ്ടീഷൻ കുറഞ്ഞുകൊണ്ടിരിക്കും, അങ്ങനെ മൂല്യം കുറയുന്നത്. ദാറ്റ് ഈസ് കോൾഡ് ഡിപ്രിസിയേഷൻ ആണല്ലോ. അപ്പൊ എന്താണ് ഡിപ്രിസിയേഷൻ? നമുക്ക് ഓൾറെഡി അറിയാം. എന്താണ് ഡിപ്രിസിയേഷൻ? മീനിങ് ആൻഡ് ഡെഫിനിഷൻ. അപ്പൊ നോക്കിക്കേ, ഡിപ്രിസിയേഷൻ റെഫേഴ്സ് ടു ദ റിഡക്ഷൻ ഇൻ ദ വാല്യൂ ഓഫ് ഫിക്സഡ് അസറ്റ് ഓവർ ടൈം ഡ്യൂ ടു വെയർ ആൻഡ് ടെയർ, ഒബ്സൊളസൻസ് ആവാം, അല്ലെങ്കിൽ യൂസേജ് കൊണ്ടാവാം. അങ്ങനെ പല കാര്യങ്ങൾ കൊണ്ടിട്ട് നമുക്ക് ഒരു സാധനത്തിന്റെ ഫിക്സഡ് അസറ്റിന്റെ വാല്യൂ കുറയുന്നു. ഇറ്റ് ഈസ് എൻ എക്സ്പെൻസ് റെക്കോർഡഡ് ടു മാച്ച് ദ കോസ്റ്റ് ഓഫ് ദി അസറ്റ് വിത്ത് ദ റവന്യൂ ഇറ്റ് ഹെൽപ് ജനറേറ്റ്. അതായത് ഒന്നുകൂടെ ഡെഫിനിഷൻ പറഞ്ഞാൽ, ഇറ്റ് ഈസ് എ സിസ്റ്റമാറ്റിക് അലോക്കേഷൻ ഓഫ് ദ കോസ്റ്റ് ഓഫ് എ ടാഞ്ചിബിൾ അസറ്റ് ഓവർ ഇറ്റ്സ് യൂസ്ഫുൾ ലൈഫ്. ഓക്കെ. അപ്പം ഇനി എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടായിരിക്കാം? ഒന്ന്, നമുക്ക് ഫിസിക്കൽ ഡാമേജസ് ഉണ്ടാവുന്നതുകൊണ്ടാവാം. അപ്പൊ പ്രത്യേകിച്ച് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ അത് കൃത്യമായിട്ട് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടാവാം. അല്ലാന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞത് കൂട്ട് തന്നെ കാലപ്പഴക്കങ്ങൾ കൊണ്ടാവാം അല്ലെ, അല്ലെങ്കിൽ പുതിയ ടെക്നോളജിയുമായിട്ട് ഒത്തുപോകാൻ പറ്റാത്തതുകൊണ്ടാവാം, നമ്മൾ ഉപയോഗിക്കാത്തത് കൊണ്ടാവാം, സമയം നഷ്ടം വന്നത്, അതായത് കുറെ വർഷങ്ങൾ കഴിഞ്ഞു പോയത് കൊണ്ടാവാം. അതുപോലെ തന്നെ ഡിപ്ലീഷൻ എന്ന് പറയുന്നത് കോസ് ഓഫ് ഡിപ്രിസിയേഷൻ ആണ്. ഈ ഡിപ്ലീഷൻ എന്ന് പറയുമ്പോൾ ഓർത്തോണം, മൈൻസ്, ഓയിൽ വെൽസിന്റെ ഒക്കെ നാച്ചുറൽ റിസോഴ്സസിനകത്ത് വരുന്ന ഒരു ഡിപ്രിസിയേഷൻ ആണ് ഡിപ്ലീഷൻ. തീർന്നു പോവാന്നൊക്കെ നമ്മൾ പറയില്ലേ, ഇല്ലാതായി പോവാ. എന്തോ പ്രധാനമായിട്ട് ഇല്ലാതായി, പ്രകൃതിവാതകങ്ങൾ, പെട്രോളിയം ഒക്കെ ഇല്ലാതായി പോകുന്നു നമ്മൾ കേട്ടിട്ടില്ലേ. അപ്പൊ ഡിപ്ലീഷൻ എന്ന് കാണുമ്പോൾ അവരെ ഓർത്തോണേ. അതുപോലെ നമുക്ക് അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള ഡാമേജസ് ഒക്കെ ഉണ്ടാവാം. ഒരു ആക്സിഡന്റ് വന്നു, അങ്ങനെ ആയി കഴിയുമ്പോഴും മെഷീന്റെ വാല്യൂ കുറഞ്ഞു. അങ്ങനെ പല രീതിയിൽ ഡിപ്രിസിയേഷൻ ഉണ്ടാവാം. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ഡിപ്രിസിയേഷൻ എന്താണെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഇനി കോസ്റ്റ് ഓഫ് ഡിപ്ലീഷൻ ഞാൻ ഈ പറഞ്ഞത് തന്നെയാണ്. പല രീതിയിൽ പല കാരണങ്ങൾ കൊണ്ട് ഡിപ്രിസിയേഷൻ സംഭവിക്കാം. ഇനി അതുപോലെ തന്നെ മൂല്യത്തകർച്ചയെ ബാധിക്കുന്ന ഘടകങ്ങൾ, ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഡിപ്രിസിയേഷൻ. ഒന്ന്, കോസ്റ്റ് ഓഫ് അസറ്റ് ആണ്, ആസ്തിയുടെ വില. 2, എസ്റ്റിമേറ്റഡ് യൂസ്ഫുൾ ലൈഫ്, എത്രത്തോളം നാൾ അത് നന്നായിട്ട് ഇരിക്കും. ദെൻ സ്ക്രാപ്പ് വാല്യൂ, ആക്രിവില എന്നൊക്കെ നമ്മൾ പറയും അല്ലെ, എത്ര കാലം കഴിഞ്ഞിട്ട് വിൽക്കുമ്പം നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു വിലയുണ്ട്, അതാണ് സ്ക്രാപ്പ് വാല്യൂ. ദെൻ ഡിപ്രിസിയേഷൻ, ആ ഒരു കോസ്റ്റ്,
ഒരു ആസ്തിയുടെ യഥാർത്ഥ വിലയിൽ നിന്നും ആ ഒരു സ്ക്രാപ്പ് വാല്യൂ കുറയുമ്പോൾ കിട്ടുന്നതാണ് ഈ ഡിപ്രീഷ്യബിൾ കോസ്റ്റ് എന്ന് വിളിക്കുന്നത്. അങ്ങനെ പല രീതിയിൽ നമുക്ക് ഫാക്ടേഴ്സ് ഓഫ് അഫക്റ്റിംഗ് ഡിപ്രിസിയേഷൻ എന്ന് വിളിക്കാം. അപ്പൊ എന്താണ് ഡിപ്രിസിയേഷൻ അറിയാൻ വയ്യാത്തവർക്ക് എല്ലാവർക്കും അറിയാം, എനിക്കറിയാം, എങ്കിലും ഒന്നുകൂടെ പറയാണ്. നമുക്ക് മൂല്യത്തകർച്ച ഉണ്ടാവുക, അല്ലെ, മൂല്യശോഷണം ഉണ്ടാവുക. കുറച്ചു കാലം കഴിയുമ്പോൾ നമ്മളൊരു സാധനം വിൽക്കുമ്പോൾ വാങ്ങിയ വില നമുക്ക് കിട്ടില്ല. അങ്ങനെ കിട്ടാതിരിക്കാൻ പലതരം കാരണങ്ങളുണ്ടെന്ന് നമ്മൾ പറഞ്ഞു. ടെക്നോളജി മാറി. അന്ന് വാങ്ങിച്ച സ്കൂട്ടറിന്റെ അന്നത്തെ ടെക്നോളജി ആയിരുന്നു, ഇപ്പൊ അത് മാറി. കുറെ വർഷം നമ്മൾ ഉപയോഗിച്ചു, ചിലപ്പോൾ ആക്സിഡന്റ് വന്നു കാണും, അല്ലെങ്കിൽ പലതരം പാർട്ടുകൾ ഇപ്പൊ കിട്ടാത്ത ഒരു അവസ്ഥയിലേക്ക് വന്നു കാണും. അങ്ങനെ പല രീതിയിൽ നമുക്ക് ആ ഒരു സ്കൂട്ടറിന് ഇപ്പൊ പ്രതീക്ഷിച്ച് നമ്മൾ 1.5 ലക്ഷം രൂപയ്ക്ക് വാങ്ങിച്ച സാധനം ഇപ്പൊ 25,000-നോ 30,000-നോ വിൽക്കേണ്ടി വരുന്നു. അതാണ് ഡിപ്രിസിയേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ ആണല്ലോ. ഇനിയും പലതരം മെത്തേഡ്സിലൂടെ നമ്മൾ ഈ ഒരു ഡിപ്രിസിയേഷൻ കാണാൻ ശ്രമിക്കാറുണ്ട്. അതിനകത്ത് ഒന്നാമത്തത് സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ്. 2 മെത്തേഡ് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ള 2 മെത്തേഡ്, സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ്. അതുപോലെ തന്നെ രണ്ടാമത്തതാണ് യൂണിറ്റ് ഓഫ് പ്രൊഡക്ഷൻ മെത്തേഡ് എന്ന് വിളിക്കുന്നത്. ഈ സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ് എന്ന് പറയുമ്പോൾ എല്ലാ വർഷവും ഒരേ എമൗണ്ട് കുറഞ്ഞുകൊണ്ടിരിക്കും. സെയിം എമൗണ്ട് ഈസ് റെഡ്യൂസ്ഡ് എവറി ഇയർ. ആദ്യത്തെ ഒരു വർഷം 5 ലക്ഷം രൂപയ്ക്ക് ഞാനൊരു സാധനം വാങ്ങിച്ചു. ആദ്യത്തെ വർഷം അത് 50,000 രൂപ കുറയുന്നു. തൊട്ടടുത്ത വർഷം ആകുമ്പോൾ പിന്നെ 50,000 രൂപ കുറയും. അങ്ങനെ ഓരോ 50,000 രൂപ വെച്ചിട്ട് ഇങ്ങനെ കുറഞ്ഞു വരുന്നു. എക്സാമ്പിൾ ആണ്. അതായത് ഓരോ വർഷവും സെയിം എമൗണ്ട് കുറഞ്ഞു വരും. ദാറ്റ് ഈസ് കോൾഡ് സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ്. അതുപോലെ ഇപ്പൊ ഇവിടെ കൊടുത്തിരിക്കുന്ന രണ്ടാമത്തെ ഒരു കാര്യമാണ് ഡിമിനിഷിംഗ് ബാലൻസ് മെത്തേഡ്. അതും കൂടെ പഠിച്ചേക്കണേ. ഇത് രണ്ടാമത്തെയാണ് ഡിമിനിഷിംഗ് ബാലൻസ് മെത്തേഡ്. ഇത് ഒന്നാമത്തെ സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ്. ഈ ഡിമിനിഷിംഗ് ബാലൻസ് മെത്തേഡിൽ അല്ലെങ്കിൽ റിട്ടേൺ ഡൗൺ വാല്യൂ എന്നുള്ള രീതിയിൽ ചോദിക്കുവാണെങ്കിൽ ഓർത്തു വെച്ചോണം, ഡിപ്രിസിയേഷൻ ഈസ് ചാർജ്ഡ് ഓൺ ദ റെഡ്യൂസ്ഡ് വാല്യൂ ഈച്ച് ഇയർ. അതായത് ഓരോ വർഷവും ചെറിയ എമൗണ്ട് കുറഞ്ഞുകൊണ്ടിരിക്കും. ഇപ്പൊ ഒരു മെഷീന്റെ കോസ്റ്റ് നോക്കിക്കേ, 50,000 രൂപയായിരുന്നു. അതിന്റെ 10% വെച്ച് ഓരോ വർഷവും കുറയുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ആദ്യത്തെ വർഷം 50,000-ന്റെ 10% കുറഞ്ഞു, 5,000 രൂപ കുറഞ്ഞു. സോ ഇപ്പൊ എത്രയേ ഉള്ളൂ? 45,000 രൂപയേ ഉള്ളൂ. ഇനി രണ്ടാം വർഷം ആകുമ്പോൾ ഈ 45,000 രൂപയ്ക്കകത്തുനിന്ന് 10% കുറയും. ഓക്കെ, അതായത് 10% 4,500 രൂപ കുറയും. അപ്പൊ ഈ 45,000 മൈനസ് 4,500 ആയിരിക്കും മൂന്നാം വർഷം വരുന്നത്. ആ എമൗണ്ടിന്റെ 10% കുറഞ്ഞു പോകുന്നു. ദാറ്റ് ഈസ് കോൾഡ് ഡിമിനിഷിംഗ് ബാലൻസ് മെത്തേഡ്. ഓരോ വർഷവും ഒരു നിശ്ചിത പെർസെന്റേജ് കുറഞ്ഞു വരും. ആ കുറഞ്ഞു വരുന്നത് 50,000-ൽ നിന്നായിരിക്കില്ല. ഓരോ വർഷവും കുറയുന്നതിന്റെ ബാക്കി 10% ഇത് കുറഞ്ഞുകൊണ്ടിരിക്കും. ഏറ്റവും അവസാനം യൂണിറ്റ് ഓഫ് പ്രൊഡക്ഷൻ മെത്തേഡ് ആണ്. നമ്മൾ ഡിപ്രിസിയേഷൻ എങ്ങനെ അളക്കുന്നു? ഹൗ മച്ച് ദ അസറ്റ് ഈസ് യൂസ്ഡ് ഓർ പ്രൊഡ്യൂസസ്. എത്രത്തോളം നമ്മൾ ആ ഒരു മെഷീനെ ഉപയോഗിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ആ ഒരു വാഹനത്തെ ഉപയോഗിച്ചിട്ടുണ്ട്, അതിനനുസരിച്ച് ഡിപ്രിസിയേഷൻ. ഈ പറഞ്ഞുകൊണ്ട് തന്നെ 1 വർഷം ഉപയോഗിച്ചു, 2 വർഷം ഉപയോഗിച്ചു, അല്ല എന്നുണ്ടെങ്കിൽ ഇത്ര നിരക്ക് എന്ന് പറയും. യൂണിറ്റിനനുസരിച്ചിട്ട് കുറഞ്ഞു വരിക. നമ്മൾ ഇത്രയും ദൂരം ഓടിച്ചെങ്കിൽ അതിനനുസരിച്ച് ഡിപ്രിസിയേഷൻ, ഇത്രയും നേരം ആ മെഷീൻ പണിയെടുത്തെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള ഡിപ്രിസിയേഷൻ ആയിരിക്കും അവിടെ കുറയുന്നത്. ദാറ്റ് ഈസ് കോൾഡ് യൂണിറ്റ് ഓഫ് പ്രൊഡക്ഷൻ മെത്തേഡ്. പ്രധാനമായിട്ടും 3 മെത്തേഡ്സ്: സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ്, ഡിമിനിഷിംഗ് ബാലൻസ് മെത്തേഡ്, യൂണിറ്റ് ഓഫ് പ്രൊഡക്ഷൻ മെത്തേഡ്. പിന്നെ ആനുവിറ്റി ഒക്കെ ഉണ്ട്, ഞാൻ എല്ലാം പറയുന്നില്ല. പിന്നെ നമ്മളോട് ചോദിച്ചിരിക്കുന്ന വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് റിസർവ്. എന്താണ് റിസർവ് എന്ന് ചോദിച്ചിട്ടുണ്ട്. മീനിങ് പഠിക്കണം. ജനറൽ റിസർവ്, സ്പെസിഫിക് റിസർവ്. അതായത് റിസർവ് ഫണ്ട് എന്താണ്, റിസർവ് ഫണ്ടും സിങ്കിങ് ഫണ്ടും എന്താണ്, സീക്രട്ട് ഫണ്ട് റിസർവ് എന്താണെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അതിലേക്ക് നോക്കാം. എന്താണ് റിസർവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കൊച്ചു ക്ലാസ് റിസർവ് ബാങ്ക് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ, അതിനകത്ത് തന്നെ വരുന്നതാണ് റിസർവ് ചെയ്ത് വെക്കുക എന്ന് പറയും. എന്താ റിസർവ് ചെയ്ത് വെക്കുക? നമ്മൾ സൂക്ഷിച്ചു വെക്കുക, അല്ലെ? നമുക്കൊരു ആവശ്യം വരുന്ന സമയത്ത് നമ്മൾ സൂക്ഷിച്ചു വെക്കുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? റിസർവ് ചെയ്ത് വെക്കുക എന്ന് പറയുന്നത്, അല്ലെ? കരുതലായിട്ട് വെക്കുക, കരുതൽ ധനം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഭാവിയിൽ ഉണ്ടാകുന്ന അടിയന്തര ആവശ്യങ്ങൾക്കായിട്ട് നമ്മൾ ലാഭത്തിൽ നിന്ന് മാറ്റിവെച്ചോ അല്ലെങ്കിൽ ബിസിനസ്സിലൊക്കെ നിലനിർത്തി പോകുന്ന ഒരു തുകയെ നമ്മൾ എന്ത് വിളിക്കും? കരുതൽ ധനം അഥവാ കരുതൽ ശേഖരം എന്നൊക്കെ വിളിക്കും. റിസർവ് ഈസ് എ പോർഷൻ ഓഫ് പ്രോഫിറ്റ് റീറ്റെയിൻഡ് ഇൻ ദ ബിസിനസ് ടു മീറ്റ് ഫ്യൂച്ചർ അൺസർട്ടനിറ്റീസ് ഓർ സ്ട്രെങ്തൻ ദ ഫിനാൻഷ്യൽ പൊസിഷൻ. നമുക്ക് കിട്ടിയിട്ടുള്ള പ്രോഫിറ്റിൽ നിന്നും നമ്മൾ ബിസിനസ്സിൽ നിന്നും ഒക്കെ നമ്മൾ കുറച്ച് മാറ്റിയിട്ടിരിക്കുന്നു, നമുക്ക് എന്തെങ്കിലുമൊക്കെ അൺസർട്ടനിറ്റീസ് ലൈഫിൽ വന്നാൽ എടുക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇവിടെ റിസർവ് ഫണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇത്രയേ ഉള്ളൂ. ഇറ്റ് ഈസ് എ റിസർവ് ദാറ്റ് ഈസ് ഇൻവെസ്റ്റഡ് ഇൻ ഔട്ട്സൈഡ് സെക്യൂരിറ്റീസ്. ഔട്ട്സൈഡ് സെക്യൂരിറ്റീസിലേക്ക് നമ്മൾ മാറ്റിയിടുന്നു, അല്ലെ? അതത്രയല്ല ഉള്ളൂ. അപ്പം കൃത്യമായിട്ട് ഓർത്ത് വെച്ചേക്ക, എന്താണ് റിസർവ് ഫണ്ട്? റിസർവ് ഓർത്ത് വെച്ചേക്ക. ഇപ്പൊ നോക്കിക്കേ, ഇപ്പൊ ടൈപ്സ് ഓഫ് റിസർവ് അതിനകത്ത് വരുന്നത് വിവിധ തരത്തിലുള്ള കരുതൽ ധനമുണ്ട്. ലാഭത്തിൽ നിന്ന് രൂപീകരിക്കുന്ന കരുതൽ ധനം പ്രത്യേക ആവശ്യത്തിന് വേണ്ടിയുള്ളതോ പൊതു ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ളതോ. ഇപ്പൊ ഞാൻ എന്റെ ലാഭത്തിൽ നിന്നും ഒരു 1 ലക്ഷം രൂപ എടുത്ത് ഞാൻ മാറ്റിവെച്ചപ്പോൾ എനിക്ക് പലതരം ആവശ്യങ്ങൾ കാണും. ചിലപ്പോൾ ജനറൽ ആയിട്ടുള്ള ആവശ്യമായിരിക്കും, അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും പ്രത്യേക ആവശ്യമായിരിക്കും. ജനറൽ റിസർവ് എന്ന് പറയുമ്പോൾ എന്താണ്? പൊതു
ആയിട്ടുള്ള കരുതൽ ധനം. ഇപ്പൊ ഭാവിയിൽ മുൻകൂട്ടി പ്രതീക്ഷിക്കാതെ എന്തെങ്കിലും ഒരു സാഹചര്യം എനിക്ക് വന്നു കഴിഞ്ഞാൽ അപ്പൊ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ മാറ്റി വെച്ചിരിക്കുകയാണെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് ജനറൽ റിസർവ്. ഭാവിയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ എടുക്കാൻ വെച്ചിരിക്കുകയാണെങ്കിൽ ജനറൽ റിസർവ്. സ്പെസിഫിക് റിസർവ് എന്ന് പറയുമ്പോൾ അത് ഒരു പ്രത്യേക ആവശ്യത്തിനായിട്ട് സൃഷ്ടിക്കപ്പെട്ട് മാറ്റി വെച്ചിരിക്കുന്നതായിരിക്കും. അപ്പം മാത്രം ഉപയോഗിക്കാനായിട്ട് എടുത്ത് വെച്ചിരിക്കുന്നതായിരിക്കും. അപ്പം ഇതിനകത്ത് തന്നെ ലാഭവിഹിത തുല്യതാനിധി, ഡിവിഡന്റ് ഈക്വലൈസേഷൻ റിസർവ്, അതുപോലെ വർക്ക്മെൻ കോമ്പൻസേഷൻ ഫണ്ട്, ഇൻവെസ്റ്റ്മെന്റ് ഫ്ലക്ച്വേഷൻ ഫണ്ട്, ഡിബഞ്ചർ അതായത് കടപത്രം മടക്കി വാങ്ങാൻ ഉപയോഗിക്കുന്ന, അപ്പൊ ഇന്ന കാര്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ മാറ്റി വെക്കുവാണെങ്കിൽ ദാറ്റ് ഇസ് കോൾഡ് സ്പെസിഫിക് റിസർവ്. ഓക്കെ, അപ്പൊ അവിടെ തെറ്റിക്കരുത്, അതാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് എന്തൊക്കെയാണെന്നുള്ളത്. ദെൻ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് സിങ്കിങ് ഫണ്ടിനെ പറ്റിയിട്ട് ചോദിച്ചിട്ടുണ്ട്. എന്താണ് സിങ്കിങ് ഫണ്ട് എന്ന് ചോദിച്ചിട്ടുണ്ട്. നോക്കട്ടെ ഞാൻ ഇവിടെ ഉണ്ടോന്ന്. അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ അങ്ങ് പറയാം. ഞാൻ അവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. സീക്രട്ട് റിസർവ് ഉണ്ട്. ദെൻ സീക്രട്ട് റിസർവ് മാത്രമേ ഉള്ളൂ, സിങ്കിങ് ഫണ്ട് കൊടുത്തിട്ടില്ല. ജസ്റ്റ് ശ്രദ്ധിക്കുക. സിങ്കിങ് ഫണ്ട് ഈസ് എ ഫണ്ട് ക്രിയേറ്റഡ് ബൈ സെറ്റിംഗ് aside money regularly to repay a liability or replace an asset in the future. Commonly used for redeeming debentures or replacing expensive machinery. നമ്മൾ ഒരു ഫണ്ട് ഞാൻ മാറ്റി വെച്ചിരിക്കുന്നു, കുറച്ച് രൂപ ഞാൻ മാറ്റി വെച്ചിരിക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? റെഗുലർലി ടു റീപേ ലയബിലിറ്റി ഓർ റീപ്ലേസ് ആൻ അസറ്റ് ഇൻ ദ ഫ്യൂച്ചർ. ഭാവിയിലേക്ക് ഞാനൊരു മെഷീൻ മാറ്റി വാങ്ങിക്കാൻ പോകുന്നു, അല്ലെങ്കിൽ കൃത്യമായിട്ട് എനിക്കൊരു കട അടച്ചു പോകണം എന്നുണ്ടെങ്കിൽ വർഷത്തിൽ ഇത്ര രൂപ മാറ്റി വെച്ചിരിക്കുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ടാ? ആ ലയബിലിറ്റി മാറ്റാൻ വേണ്ടിയിട്ട്. അത് റീപേ ചെയ്തുകൊണ്ടിരിക്കേണ്ട ലയബിലിറ്റി ആയതുകൊണ്ട് ഞാൻ മാറ്റി വെച്ചിരിക്കുകയാണ്. അല്ലെങ്കിൽ ഭാവിയിൽ ഞാൻ മെഷീൻ മാറ്റി വെക്കാൻ വേണ്ടിയിട്ട്, ഒരു എക്സ്പെൻസീവ് മെഷീനറിയാണ്, അത് റീപ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് കോമൺ ആയിട്ടാണ് കേട്ടോ. ഓരോ 10 വർഷം കഴിയുമ്പോഴും ഞാനത് ചെയ്തുകൊണ്ടിരിക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ മാറ്റി വെക്കുകയാണ്. ദാറ്റ് ഇസ് കോൾഡ് സിങ്കിങ് ഫണ്ട് എന്ന് വിളിക്കും. ഓക്കെ, കൃത്യമായിട്ട് എനിക്ക് അറിയാം ഇത്ര വർഷം കഴിയുമ്പോൾ ഓരോ വർഷം ഇത് മാറ്റണമെന്ന്, അതിന് വേണ്ടിയിട്ട് ഞാൻ മാറ്റി വെക്കുന്നു. ദാറ്റ് ഇസ് കോൾഡ് സിങ്കിങ് ഫണ്ട്. ഇനി സീക്രട്ട് റിസർവ് എന്ന് പറയും, അതായത് രഹസ്യ കരുതൽ ധനം. ഇപ്പം കൃത്യമായിട്ട് നോക്കുവാണെങ്കിൽ നോക്കുക, എ സീക്രട്ട് റിസർവ് ഇസ് എ ഹിഡൻ ഓർ അൺഡിസ്ക്ലോസ്ഡ് റിസർവ് ആണ്. പാത്ത് വെച്ചിരിക്കുന്ന പൈസ എന്നൊക്കെ പറയില്ലേ. ക്രിയേറ്റഡ് ബൈ അണ്ടർ വാല്യൂയിങ് അസറ്റ് ഓർ ഓവർ വാല്യൂയിങ് ലയബിലിറ്റീസ് ഇൻ ദ ബാലൻസ് ഷീറ്റ്, യൂഷ്വലി മെയിൻറ്റെയിൻഡ് ബൈ ബാങ്ക്സ് ആൻഡ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ സ്റ്റെബിലിറ്റി. കൃത്യമായി നോക്കിക്കേ, ബാക്കി പത്രത്തിൽ രേഖപ്പെടുത്താതെ ബിസിനസിന്റെ സാമ്പത്തിക സ്ഥിതി ശക്തിപ്പെടുത്തുന്നതിന് നിലനിർത്തുന്ന കരുതൽ ധനത്തെ രഹസ്യ കരുതൽ ധനം എന്ന് പറയുന്നു. അതായത് കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരിക്കത്തില്ല, പക്ഷെ നമ്മുടെ കയ്യിൽ അതുണ്ട്, അത് രഹസ്യമായിട്ട് നമ്മൾ കരുതി വെച്ചിരിക്കുകയാണ്. അറ്റദായം യഥാർത്ഥത്തെക്കാൾ കുറവ് കാണിച്ചാണ് ഇത് സൃഷ്ടിച്ചിരിക്കുന്നത്. അതായത് കൃത്യമായിട്ട് എവിടെയും രേഖപ്പെടുത്തിയിരിക്കില്ല, പക്ഷെ നമ്മുടെ കയ്യിൽ എന്തുണ്ട്? കുറച്ച് സീക്രട്ട് ആയിട്ടുള്ള റിസർവ് ഉണ്ട്. അതിന് കണക്ക് കൃത്യമായിട്ട് കാണത്തില്ല. നമുക്ക് ഏതെങ്കിലും ഒരു സമയത്ത് പ്രത്യേകിച്ച് ഒരു ആവശ്യം വന്നാൽ എടുത്ത് ചെലവാക്കാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കുന്നതായിരിക്കും ആ ഒരു എമൗണ്ട് എന്ന് പറയുന്നത്. ഇത്രയുമാണ് നമുക്ക് ഓർത്ത് വെക്കാനുള്ളത്. ഇതിൽ കൂടുതൽ ഒന്നും പറയുന്നില്ല, കാരണം പരീക്ഷ ഇങ്ങനെ അടുത്തു. നിങ്ങൾക്ക് വേണ്ടത് ജസ്റ്റ് ക്വസ്റ്റ്യൻ കാണുമ്പോഴെങ്കിലും നിങ്ങൾക്ക് പെട്ടെന്ന് ആൻസർ ചെയ്യാൻ പറ്റത്തക്ക രീതിയിലേക്ക് കാര്യങ്ങളൊന്ന് പറഞ്ഞു പോയെന്നേ ഉള്ളൂ. നല്ല സ്പീഡാണെന്ന് അറിയാം, വേറെ വഴി ഇല്ലാത്തതുകൊണ്ടാണ് സ്പീഡിൽ എടുത്തു പോകുന്നത്. മാക്സിമം മാർക്ക് സ്കോർ ചെയ്യാനുള്ള എന്തെങ്കിലും കിട്ടുന്നെങ്കിൽ കിട്ടട്ടെ എന്ന് വെച്ചിട്ടാണ്. ഇക്കൂട്ടത്തിൽ തന്നെ ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് എടുത്തിട്ടുണ്ടായിരുന്നു, നമുക്കൊന്ന് നോക്കാം. ആദ്യം ബുക്ക് കീപ്പിംഗ് ആൻഡ് അക്കൗണ്ടൻസി എന്ന് പറയുന്ന സെക്ഷനിൽ നിന്നാണ്. വാട്ട് ഈസ് ദ മെയിൻ ഒബ്ജക്റ്റീവ് ഓഫ് അക്കൗണ്ടിങ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അക്കൗണ്ടിങ്ങിന്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്താണ്? ഓപ്ഷൻ സി ആണ്. പ്രോഫിറ്റും ലോസും നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് അക്കൗണ്ടിങ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. 2, ബുക്ക് കീപ്പിംഗ് ഈസ് പ്രൈമർലി കൺസേൺ വിത്ത്. ബുക്ക് കീപ്പിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഏറ്റവും കൂടുതൽ, അതായത് പ്രൈമർലി കൺസേൺ ചെയ്യുന്നത് എന്താണെന്നാണ് ചോദിക്കുന്നത്. ഇപ്പം അനാലിസിസ് ഓഫ് ഫിനാൻഷ്യൽ ഡേറ്റ ശരിയാണ്, അതുപോലെ ബഡ്ജറ്റ് ശരിയല്ല, ഓഡിറ്റ് ഓഫ് അക്കൗണ്ടും ശരിയല്ല, പിന്നെ ഈ റെക്കോർഡിംഗ് ഓഫ് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ വേണമെങ്കിൽ ഈ അനാലിസിസും നമുക്ക് വേണമെങ്കിൽ എടുക്കാവുന്നതേ ഉള്ളൂ. പ്രൈമർലി കൺസേൺ ആണ് ചോദിക്കുന്നത്. ബുക്ക് കീപ്പിംഗിൽ നമ്മൾ പറഞ്ഞു ഡെയിലി നടക്കുന്ന എല്ലാ കാര്യങ്ങളും നോട്ട് ചെയ്യുന്ന ഒരു സ്ഥലമാണ് ബുക്ക് കീപ്പിംഗ് എന്ന് പറയുന്നത്, അല്ലയോ? ഡെയിലി എന്തൊക്കെ നടക്കുന്നുണ്ടോ അതെല്ലാം കൃത്യമായിട്ട് എഴുതി പോവുക. സോ റെക്കോർഡിംഗ് ഓഫ് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ ആണ് വരുന്നത്. വിച്ച് വൺ ഈസ് എ ലിമിറ്റേഷൻ ഓഫ് അക്കൗണ്ടിങ്? താഴെ തന്നിരിക്കുന്നതിനകത്ത് അക്കൗണ്ടിങ്ങിന്റെ ലിമിറ്റേഷൻ എന്താണ്? ഫ്യൂച്ചർ എസ്റ്റിമേറ്റ് തരുന്നു, ഓൺലി മോണിറ്ററി ട്രാൻസാക്ഷൻസ് മാത്രമേ എഴുതുന്നുള്ളൂ, നോൺ ഫിനാൻഷ്യൽ ആസ്പെക്ട്സിനെ ഹൈലൈറ്റ് ചെയ്യുന്നു, ഡിസിഷൻ മേക്കിങ്ങിനെ എൻഷുർ ചെയ്യുന്നു. ലിമിറ്റേഷൻ എന്താണ്? ഇത് മോണിറ്ററി ട്രാൻസാക്ഷൻ, പൈസയുമായിട്ട് ബന്ധപ്പെട്ട ട്രാൻസാക്ഷൻസ് മാത്രമേ ചെയ്യുന്നുള്ളൂ. ഇനി എന്താണ് GAAP സ്റ്റാൻഡ് ഫോർ? GAAP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനറലി അക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾ എന്നാണ് പറയുന്നത്. ജനറലി അക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾ. 5, വിച്ച് അക്കൗണ്ടിങ് സിസ്റ്റം റെക്കോർഡ് ബോത്ത് ആസ്പെക്ട്സ് ഓഫ് ട്രാൻസാക്ഷൻ? ഏത് അക്കൗണ്ടിങ് സിസ്റ്റം ആണ് രണ്ട് ട്രാൻസാക്ഷനെ പറ്റിയിട്ടും പറയുന്നത്? ഈസി ചോദ്യം. ഡബിൾ എൻട്രി. അതിനകത്ത് എന്തൊക്കെ കാണും? ഡെബിറ്റും ക്രെഡിറ്റും. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് എ ബേസിക് അക്കൗണ്ടിങ് ടേം? താഴെ പറയുന്നതിനകത്ത് ഏറ്റവും ബേസിക് ആയിട്ടുള്ള അക്കൗണ്ടിങ് ടേം ആണ് ജേണൽ എന്ന് പറയുന്നത്. അടുത്തത്
ട്രയൽ ബാലൻസ് ഈസ് പ്രിപ്പയർഡ് ടു. ട്രയൽ ബാലൻസ് നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് പ്രിപ്പയർ ചെയ്യുന്നത്? ചെക്ക് ദി അരിത്തമാറ്റിക്കൽ ആക്യുറസി ഓഫ് എ ലെഡ്ജർ ബാലൻസസിന് വേണ്ടിയിട്ടാണ്. ഞാനിത് ഡിസ്കസ് ചെയ്തിട്ടില്ല, അതൊക്കെ ഒന്ന് നോക്കുക കേട്ടോ. അടുത്തത്, വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് റെക്ടിഫിക്കേഷൻ ഓഫ് എറേഴ്സ്? എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ എറേഴ്സ് ഒഴിവാക്കണം എന്ന് പറയുന്നത്? എന്തിനു വേണ്ടിയിട്ടായിരിക്കും? ടു കറക്റ്റ് മിസ്റ്റേക്ക് ഇൻ അക്കൗണ്ടിങ് റെക്കോർഡ്സ്, അല്ലെ? അതായത് റെക്കോർഡ്സിനകത്ത്, അക്കൗണ്ടിങ് റെക്കോർഡ്സിനകത്ത് മിസ്റ്റേക്കുകൾ മാറ്റാൻ വേണ്ടിയിട്ടാണ് റെക്ടിഫിക്കേഷൻ ഓഫ് എറേഴ്സ് പ്രവർത്തിക്കുന്നത്. അടുത്ത സബ്സിഡിയറി ബുക്ക് എന്ന് പറയുന്നത് താഴെ പറയുന്നതിൽ ഏതാണ്? നമ്മൾ കൃത്യമായി പറഞ്ഞു, ഏതാണ്? സെയിൽസ് ബുക്ക്. പലതരം ബുക്കുകളുണ്ടെന്ന് നമ്മൾ പറഞ്ഞില്ലേ, സബ്സിഡിയറി ബുക്സ്. അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് സെയിൽസ് ബുക്ക്. കുറച്ചു മുമ്പേ നമ്മൾ പറഞ്ഞില്ലേ ക്യാഷ് ബുക്ക് എന്നൊക്കെ, അതൊക്കെയാണ്. അടുത്തത്, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് ആൻ അഡ്വാൻറ്റേജ് ഓഫ് അക്കൗണ്ടിങ് ആണ്? അക്കൗണ്ടിങ്ങിന്റെ അഡ്വാൻറ്റേജ് അല്ലാത്തത് എന്താണ്? എൻഷുവർ സീക്രസി എന്ന് പറയുന്നതാണ്. അത് അഡ്വാൻറ്റേജ് ആണോ? അല്ല, ഇത് നമ്മൾ പുറത്തു വിടുന്നതല്ലേ, അതുകൊണ്ട് ആ ഒരു ഓപ്ഷൻ വരുന്നില്ല. ഡിപ്രിസിയേഷനുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങൾ നോക്കാം. വിച്ച് മെത്തേഡ് ചാർജസ് ദ സെയിം എമൗണ്ട് ഓഫ് ഡിപ്രിസിയേഷൻ എവരി ഇയർ? ഏത് മെത്തേഡാണ് ഓരോ വർഷവും സെയിം എമൗണ്ട് കുറയുന്ന, ഡിപ്രിസിയേഷൻ കുറയുന്നത്? സ്ട്രൈറ്റ് ലൈൻ മെത്തേഡ് ആണ്, അല്ലെ? എല്ലാ വർഷവും സെയിം എമൗണ്ട് കുറയും. അടുത്തത്, ഇൻ വിച്ച് മെത്തേഡ് ഈസ് ഡിപ്രിസിയേഷൻ കാൽക്കുലേറ്റ് ഓൺ ദ ബുക്ക് വാല്യൂ ഓഫ് ദി അസറ്റ്? ബുക്ക് വാല്യൂനെ ഓഫ് ദി അസറ്റിനെ ചെയ്യുന്നതാണ് ഡിമിനിഷിംഗ് ബാലൻസ് മെത്തേഡ് എന്നുള്ളത്. ഇതാണ് ചോദിച്ചിരിക്കുന്നത്. ബുക്ക് വാല്യൂ ഓഫ് ദി അസറ്റിനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഡിമിനിഷിംഗ് ബാലൻസ് മെത്തേഡ് എന്ന് പറയുന്നതാണ്. അതുപോലെ, വിച്ച് ഡിപ്രിസിയേഷൻ മെത്തേഡ് ഈസ് മോസ്റ്റ് സ്യൂട്ടബിൾ ഫോർ മെഷീൻസ് യൂസ്ഡ് അൺഈവൻലി? യൂണിറ്റ് ഓഫ് പ്രൊഡക്ഷൻ മെത്തേഡ് ആണ്. Which method gives higher depreciation in early years? Sum of year digit. അതായത് ഏർലി ഇയേഴ്സിൽ ഹയർ ഡിപ്രിസിയേഷൻ വരുന്നത് ഏത് മെത്തേഡാണ്? സം ഓഫ് ഇയേഴ്സ് ഡിജിറ്റ്സ് എന്ന് പറയുന്നതിനകത്താണ്. ദ ഡിപ്ലീഷൻ മെത്തേഡ് ഈസ് ബെസ്റ്റ് യൂസ്ഡ് ഫോർ, ആർക്കാണെന്ന് പറഞ്ഞു? നാച്ചുറൽ റിസോഴ്സസിനാണ്. വിച്ച് മെത്തേഡ് കമ്പൈൻ ഇൻട്രസ്റ്റ് വിത്ത് ഡിപ്രിസിയേഷൻ? ആനുവിറ്റി മെത്തേഡ് ആണ്. ഇതൊന്ന് നോക്കണേ. ഡിപ്രീഷന്റെ കൂട്ടത്തില് ആ ഒരു ഇൻട്രസ്റ്റും കൂടെ കമ്പൈൻ ചെയ്യുന്നതാണ് ആനുവിറ്റി മെത്തേഡ്. അതുപോലെ, വാട്ട് ഈസ് ദ ബേസിസ് ഓഫ് ഡിപ്രിസിയേഷൻ ഇൻ ദ സ്ട്രേറ്റ് ലൈൻ മെത്തേഡ്? വാട്ട് ഈസ് ദ ബേസിസ്? എന്താണ്? ഒറിജിനൽ കോസ്റ്റ് ആണ്. അതിനുശേഷം 8, വിച്ച് മെത്തേഡ് ഡസ് നോട്ട് കൺസിഡർ ദ എമൗണ്ട് ഓഫ് യൂസേജ് ഓഫ് ദി അസറ്റ്? സ്ട്രേറ്റ് ലൈൻ ആണ്. അതുപോലെ, സം ഓഫ് ഇയർ ഡിജിറ്റ് മെത്തേഡ് ഈസ് യൂസ്ഫുൾ വെൻ അസറ്റ് ലോസസ് വാല്യൂ റാപ്പിഡ്ലി അറ്റ് ദി ബിഗിൻ. തുടക്കത്തിൽ വാല്യൂ കുറയുന്നതാണ് സം ഓഫ് ഇയേഴ്സ് ഡിജിറ്റ് എന്ന് പറയുന്നത് കേട്ടോ. ഡിമിനിഷിംഗ് ബാലൻസ് മെത്തേഡ് ഈസ് ഓൾസോ നോൺ ആസ് റെഡ്യൂസിംഗ് ബാലൻസ് മെത്തേഡ്. ഡിമിനിഷിംഗ് ബാലൻസ് മെത്തേഡിന്റെ മറ്റൊരു പേരാണ് റെഡ്യൂസിംഗ് ബാലൻസ് മെത്തേഡ്. അപ്പം വളരെ വേഗത്തിലാണ് പറഞ്ഞത്. ഈ കേട്ട പോയിന്റ്സ് ഒക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്നും കൂടെ ഒക്കെ ഒന്ന് നോക്കിയിട്ട് പോകാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പൊ മാക്സിമം പറയാൻ ശ്രമിച്ചു എന്ന് വിശ്വസിക്കുന്നു. എങ്കിലും നിങ്ങൾ ഈ പറഞ്ഞതുപോലെ തന്നെ ഈ പോയിന്റ്സ് ഒക്കെ ഉണ്ടല്ലോ, ഞാൻ ഡിസ്കസ് ചെയ്ത ഈ ഒരു പോയിന്റ്, ആ പോയിന്റ്സിനെ ഒക്കെ ഒഴിവാക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കണേ, ഈ അമോർട്ടൈസേഷൻ ഇത് പ്രീവിയസ് ചോദ്യമാണ്. എഴുതി തള്ളുക എന്ന് പറയുന്നത് എന്തുമായിട്ട് ബന്ധപ്പെട്ടാണെന്ന് ചോദിക്കാം. ഡിപ്രിസിയേഷനുമായിട്ട് ബന്ധപ്പെട്ടാണെന്ന് ഓർക്കുക കേട്ടോ. അമോർട്ടൈസേഷൻ എഴുതി തള്ളൽ ആരുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ഡിപ്രിസിയേഷനുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഡിപ്ലീഷനും അമോർട്ടൈസേഷനും എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ഡിപ്രിസിയേഷനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. എന്താ അമോർട്ടൈസേഷൻ? അതായത് എഴുതിത്തള്ളുക. അദൃശ്യ ആസ്തികളായിട്ട് നമുക്ക് കാണാൻ പറ്റാത്ത ആസ്തികളായിട്ടുള്ള നിർമ്മാണാവകാശം, വ്യാപാര മുദ്ര, പകർപ്പവകാശം, സൽപ്പേര് തുടങ്ങിയവയുടെ മൂല്യം തവണകളായി കണക്കുകളിൽ നിന്നും ഒഴിവാക്കുക. അതിനെയാണ് നമ്മൾ എഴുതിത്തള്ളൽ എന്ന് വിളിക്കുന്നത്. അമോർട്ടൈസേഷൻ PSC ചോദിച്ചിട്ടുള്ളത് കൊണ്ട് പറഞ്ഞതാണ്. അപ്പൊ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. മാക്സിമം ബാക്കി പോയിന്റ്സും കൂടെ ഇതുപോലെ എടുക്കാൻ ശ്രമിക്കുക. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.